പ്രതികളായിട്ടുള്ളവരെല്ലാവരും തന്നെ ഇതര സംസ്ഥാനക്കാരാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ഇതര സംസ്ഥാനക്കാരനാണ്. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീം എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പിടിയിൽ ആയിട്ടുള്ളത്. എന്താണ് കേസ് എന്ന് പറഞ്ഞാൽ, ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകളെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കേരളത്തിലേക്ക് എത്തിക്കുകയും ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരി വഴി കാനഡയിലേക്ക് കൊണ്ടുപോകാമെന്നാണ് അവരോട് പറഞ്ഞത്. അതിനുശേഷം ചേരാനല്ലൂരിൽ ഒരു വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ച ശേഷം ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു. ഏകദേശം 6 ദിവസത്തോളം ഈ ആളുകളെ 7 പേരെ വീട്ടിൽ പാർപ്പിച്ച് തടങ്കലിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ളതാണ്. ഇവരുടെ ബന്ധുക്കളിൽ നിന്നാണ് പണം തട്ടിയത്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നത്, ഒരു സംഭവം തന്നെയാണ് നടന്നത്. 10ഓളം പേരാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വൻ സംഘമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ട് നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാരടക്കം ചേർന്ന് പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് എത്തി ബാക്കിയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്തായാലും കർണാടക, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 7 പേരെയാണ് തടങ്കലിൽ പാർപ്പിച്ചിരുന്നത്. പോലീസ് എത്തി ഇവരെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ആദ്യം രക്ഷപ്പെട്ട ആളുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തുടർന്നാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ റഹീമിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടുന്നത്. എന്തായാലും പോലീസ് ഇതിൽ വ്യാപക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതികളായിട്ടുള്ള ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഏകദേശം 6 ദിവസത്തോളമാണ് ഈ ഇതര സംസ്ഥാനക്കാരെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തി അവരെ കെട്ടിയിട്ടും മർദ്ദിച്ചുമൊക്കെ പണം തട്ടുകയൊക്കെ ചെയ്തത്. ഏകദേശം 30 ലക്ഷത്തോളം രൂപ ഇവരിൽ നിന്നായി തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസ് അതിൽ കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.